ട്രാവ്കപ്പിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് വാഗമണെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേയുള്ള വാഗമൺ സാജ് ഹൈഡ് ഔട്ട് എന്ന വ്ളോഗ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മുന്നത്തെ വ്ളോഗ് കാണുക. അപ്പോൾ ഞങ്ങൾ വാഗമൺ 2 ദിവസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ദിവസത്തെ ആ വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വ്ളോഗ് പോയി കാണാം. നമ്മൾ വാഗമണിൽ ആദ്യം പോയത്, വാഗമൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന വാഗമൺ മെഡോസിലാണ്. നമ്മൾ ആദ്യം എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഈ വാഗമൺ മെഡോസിലേക്ക് കയറി. മൊട്ടക്കുന്ന് എന്നും പറയും. ഒരുപാട് കുന്നുകൾ നമുക്ക് കണ്ണെത്താ ദൂരത്തോട്ടുണ്ടാവും. അപ്പം നമുക്ക് നടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നടന്ന് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത മെഡോസിലേക്ക് കയറാം. കാര്യം ആദ്യത്തെ 2-3 ഈ മെഡോസിൽ നല്ല തിരക്കായിരിക്കും. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരിക. അപ്പോൾ അധികം വെയിലൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് എൻജോയ് ചെയ്ത് കുട്ടികൾക്കാണെങ്കിലും കളിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ മെഡോസിൽ നിന്നും ഞങ്ങൾ നേരെ വന്നത് വാഗമണിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാറിയുള്ള തങ്ങൾപ്പാറയിലാണ്. തങ്ങൾപ്പാറ ഒരുപാട് ഐതിഹ്യം ഉറങ്ങിക്കിടക്കുന്ന ഒരു പാറയാണ്. ഏകദേശം 800 വർഷം മുമ്പ് ഒരു സൂഫി സെയിന്റ് അവിടെ വന്നിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ പാറയുടെ മേളിൽ കയറി ചെന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇവിടെ പോയത്, അതുകൊണ്ട് നല്ല വെയിലായിരുന്നു. പക്ഷെ എന്നാലും നല്ല ഇളം കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഇവിടെ പോകുന്നവർ ഒരു കുപ്പി വെള്ളം കരുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞങ്ങൾ അടുത്തതായിട്ട് പോയത് പൈൻ ഫോറസ്റ്റ് അഥവാ പൈൻ വാലി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അവിടെ വേറൊന്നുമില്ല, ഒരുപാട് പൈൻ ട്രീസ് ഇങ്ങനെ അടുത്തടുത്തടുത്ത് നിൽക്കുകയാണ്. നമുക്കതിൽ കൂടെ നടക്കാനും നല്ല നല്ല പിക്ചേഴ്സ് എടുക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഒന്നും വേണ്ട, നല്ല ഒരു ഭംഗിയുള്ള സ്ഥലമാണ്. കാര്യം ഇത്രയും പൈൻ ഫോറസ്റ്റ് ഇങ്ങനെ കുറേ ദൂരത്തേക്ക് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു രസമുള്ള കാഴ്ചയാണ്. അതേപോലെ തന്നെ നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ്. കാരണം ഇത്രയും മരങ്ങൾ മേളിലോട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല തണുപ്പാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എത്ര ദൂരം വേണ്ടി നടക്കാം. പിന്നെ നേരത്തെ മെഡോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ കയറുന്ന സ്ഥലത്ത് നല്ല തിരക്കായിരിക്കും. നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം ആൾക്കാരില്ലാത്ത സ്ഥലത്ത് എത്താൻ പറ്റും. അപ്പം നമുക്ക് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. വന്നത് വാഗമൺ ലേക്കിലാണ്. ഇത് ആക്ച്വലി ഞങ്ങൾ ഈ വാഗമൺ ലേക്കിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾ ഇൻ്റർനെറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ട് പക്ഷെ അവർ ഇത് കറക്റ്റായിട്ട് അവർക്ക് എവിടെയാണെന്ന് മിക്കവർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തന്നെ തപ്പി കണ്ടുപിടിച്ചതാണ്. അവിടെ ചെന്നപ്പോൾ പക്ഷേ ഒരു ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. മാത്രമല്ല അവിടെ ബോട്ടിങ്, റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ലേക്കിൽ കൂടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന് നമ്മൾ ടിക്കറ്റ് എടുക്കണം, പക്ഷെ വർത്താണ്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൽ കൂടെ നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. അവിടെ ഒരു വലിയൊരു ടീ പ്ലാന്റേഷൻ ആണ്. അതിൻ്റെ താഴെ ചെറിയൊരു വീടുമുണ്ട്.
ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ വന്നത് പാലൊഴുകും പാറയിലാണ്. ഈ മനോഹരമായ കാഴ്ചയാണ് പാലൊഴുകും പാറ വാട്ടർഫാള്. നമുക്ക് ഈ വാട്ടർഫാളിൽ ഇറങ്ങാം, പക്ഷെ ഞങ്ങൾ ഇറങ്ങാത്തത് അത്ര ആൾക്കാരൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അത്ര സേഫ് എന്ന് തോന്നിയില്ല. ബട്ട് ഒരുപാട് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവിടെ ഇറങ്ങാം. നല്ല രസമുള്ളൊരു കാഴ്ചയും നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഈ പാലൊഴുകും പാറ. ഇത് ഞാനവിടെ കണ്ട വളരെ രസകരമായൊരു കാഴ്ചയാണ്. 2 വണ്ട്, അതിനെ ഡങ് ബീറ്റിൽ നിന്നാണ് പറയുന്നത്. അവർ ഈ ചാണകത്തിന് ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കി ഇങ്ങനെ തള്ളി കൊണ്ടുപോവാണ്. അതിനവർ ഫുഡ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഭയങ്കര കോമൺ കാഴ്ചയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൂടെ ഈ ഒരു വിഷ്വൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത് വന്നത് സൂയിസൈഡ് പോയിന്റിലേക്കാണ്. ഇത് ശരിക്കും നമ്മുടെ മെയിൻ ഗേറ്റ് തൊട്ട് ഒരുപാട് നേരം നടക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 1.25 മണിക്കൂർ നടക്കാനുണ്ടായിരുന്നു തോന്നുന്നു. അപ്പം നമ്മൾ നടന്ന് അവിടെ എത്തിയിട്ട് കാണുന്ന ഒരു വ്യൂ ആണിത്. ശരിക്കും ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് വാഗമണിലെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നത്. നമുക്കറിയാം വാഗമൺ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അത് ഈ പോയിന്റിൽ നിന്നാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് അഡ്വെഞ്ചറസ് സ്പോർട്സും അവിടെ അതിൻ്റെ വർക്ക് ശരിക്കും നടക്കുമായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് അത് ഫങ്ഷണൽ ആയിട്ടില്ല, എല്ലാത്തിൻ്റെയും വർക്ക് അപ്പം നടക്കുമായിരുന്നു. സൂയിസൈഡ് പോയിന്റിന്റെ അടുത്ത് തന്നെ വേറൊരു സ്ഥാപനമുണ്ട്. വാഗമൺ ഓർക്കിഡേറിയം ആൻഡ് ഫ്ലോറികൾച്ചർ പ്രോജക്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഒരു നഴ്സറിയാണ്. നമ്മളൊരു ലോങ് വാക്കിൻ്റെ ഒടുവിലാണ് നമ്മൾ ഈ നഴ്സറിയിൽ എത്തുന്നത്. പക്ഷേ ഓൺ ദ വേ ഫുൾ ഗാർഡൻ ആണ്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഓർക്കിഡ് തന്നെയാണ്. നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരുപാട് എക്സോട്ടിക് സ്പീഷീസ് ഓഫ് ഓർക്കിഡ്സ് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാം. അതിനായിട്ടൊരു ഔട്ട്ലെറ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഉണ്ടായിരുന്നു.
അപ്പോൾ വാഗമണിൽ ഞങ്ങൾ ലാസ്റ്റ് പോയതൊരു ഹോളി ട്രക്കായിരുന്നു, കുരിശുമല ട്രക്ക്. നമ്മൾ ഈ കുരിശുമലയുടെ താഴെ കയറി പോകുന്ന വഴി തന്നെ ഓപ്പോസിറ്റായിട്ട് മുരുകമലയുണ്ട്. പക്ഷെ ഞങ്ങൾ പോയത് കുരിശുമലയിലാണ്. അത്യാവശ്യം കുറച്ച് ഹെക്റ്റിക് ട്രക്കാണ്. നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ ഇതേപോലെ കുരിശടികളുണ്ട്, അങ്ങനെ 14 കുരിശടിയുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണി പോകുമ്പോൾ നമുക്കൊരു ആശ്വാസമായിരിക്കും, എത്താറാവുന്നൊരു ആശ്വാസമാണ്. നമ്മൾ മുകളിലോട്ട് കയറും തോറും നല്ല മഞ്ഞാണ്, നല്ല രസമുള്ള കാഴ്ചയുമാണ്. അപ്പം ഞങ്ങൾ നടന്ന് ഏറ്റവും മുകളിലുള്ള കുരിശ് മല പള്ളിയിൽ അവിടെ എത്തി. അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഇവിടെ ഒരു ചെറിയ കിണറുണ്ട്, നമുക്ക് അവിടെ നിന്ന് വെള്ളം കുടിക്കാം. അപ്പം ഞങ്ങൾ തളർന്ന് വന്നുകൊണ്ടായിരിക്കും ആ കിണറിലെ വെള്ളം നല്ല രുചിയായിട്ട് തോന്നി, നല്ല മടാന്ന് കുടിച്ചു വെള്ളം. ഈ കുരിശുമല പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതുകൊണ്ട് ഒത്തിരി പ്രായം ചെന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഈ തളർന്ന് കയറുമ്പോഴൊക്കെ വയസ്സായ ഒത്തിരി പേര് നല്ല സ്പീഡിലാണ് കയറിപ്പോകുന്നത്. ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഡേക്ക് ശേഷം ഞങ്ങൾ ഇവിടുന്ന് വൈകുന്നേരം നേരെ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയി. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു വാഗമണിൽ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണുന്നത് വരെ